ഇങ്ങനെയാണെങ്കിൽ ഒന്നും ചോദിക്കേണ്ടിയിരുന്നില്ല. ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെ മിണ്ടാതെ പോവാന്ന് പറഞ്ഞാല് വല്ലാത്തൊരവസ്ഥ തന്നെ. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാതിരിക്കെ ആരും ഒന്നും ചോദിക്കൂല. നിങ്ങൾ ധൈര്യമായിട്ട് പുറത്തിറങ്ങി. ഞാൻ വരാം, പക്ഷെ അവൻ എന്നോട് ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല. നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എണീറ്റ് വാ. എന്താ കഥ? ആരാ ഈ പാവത്തിനോട് ഇങ്ങനെ ചോദിച്ചത്? എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. അത് ശരിയാ. അതുകൊണ്ടാണല്ലോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കണത്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ, സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവര് ജയിപ്പിക്കും. എന്താ ചെയ്യ? ഒരു കേന്ദ്രമന്ത്രി ഇങ്ങനെ പത്രക്കാരോട് മിണ്ടാണ്ടായാല് എന്താപ്പ ചെയ്യ? ഏത് കേന്ദ്രമന്ത്രിയോട് ആര് ചോദിച്ചു, എന്ത് ചോദിച്ചു എനിക്കറിയില്ല. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നോ? നിങ്ങളിതൊന്നും കാണുന്നില്ലേ? മറ്റാരോടെങ്കിലും ചോദിച്ചപ്പോൾ അദ്ദേഹം എന്ത് മറുപടി പറഞ്ഞു അത് എനിക്കറിയില്ലല്ലോ. അപ്പൊ നിങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ലേ? എനിക്കത് അറിയേയില്ല സംഭവം. മൂപ്പർ ഇന്നലെ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല? ഏത് അദ്ദേഹം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ മൂപ്പര് നല്ല ചൂടിലായിരുന്നു. ഇന്നാണെങ്കിലോ ഒന്നും മിണ്ടണന്നെ ഇല്ല. സുരേഷ് ഗോപി അങ്ങനെ മാധ്യമങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ ആരും ശ്രമിക്കരുത്. ആരും ശ്രമിക്കല്ല, മൂപ്പര് ചെയ്തതാണ് പറയണത്. അത് പൂർണ്ണമായിട്ടും ഞാൻ വിശ്വസിക്കില്ല. നിങ്ങൾ മാത്രം വിശ്വസിക്കാണ്ടിരുന്നോണ്ട് കാര്യമില്ലല്ലോ. സുരേഷ് ഗോപി ഒരു കാരണവശാലും അങ്ങനെ ചെയ്യില്ല. എന്നാ മൂപ്പര് ചെയ്ത് ഇന്നലെ ഇന്നൊന്നും മുഖത്തേക്ക് നോക്കിയിട്ടും കൂടെ അല്ല. മാധ്യമ പ്രവർത്തകരോട് വളരെ സൗഹൃദമുള്ള ഒരാളാണ്, ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എന്നാ ആ സൗഹൃദം ഇപ്പൊ ഇല്ല, നിങ്ങൾ കാണാത്തോണ്ടാണ്. അല്ല, ഞാൻ കാണാതെ പോകുന്നതല്ല, ഞാൻ കാണുന്നത് അദ്ദേഹം ഏറ്റവും സൗഹൃദത്തോടു കൂടി പെരുമാറുന്നതാണ് ഞാൻ കാണുന്നത്. എന്നാ അങ്ങനെ അല്ല. അതല്ല എന്ന് പറഞ്ഞാൽ അതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ഇങ്ങനെ കാണാതെ പറഞ്ഞിട്ട് കാര്യമില്ല, അതൊന്ന് കണ്ടു നോക്കി. ഞാൻ കണ്ടില്ല. എന്താ അദ്ദേഹം പ്രതികരിച്ചതെന്നൊക്കെ ഈ നിങ്ങളോടാണോ? ഇന്ന് കൊച്ചിയിലെ ഗസ്റ്റ് ഹൗസിലാത്ര. കൊച്ചിയിലോ? ആ കൊച്ചിയിലുള്ള ആൾക്കാർക്ക് കഴിവുണ്ടല്ലോ, അവർ ചോദിക്കുമല്ലോ. നിങ്ങൾ മൂപ്പര നടന്ന് വരുന്നോന്ന് നോക്കി. അതാ വരുന്നു. കുട്ടി മിണ്ടുന്നില്ല. വരുന്ന വരവ് കണ്ടോ? ആ നിക്കണവരെ മോത്തക്കൊന്ന് നോക്കണം കൂടെ അല്ല. അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. ഇല്ല, കഴിഞ്ഞിട്ടില്ല, മുഴുവൻ കാണി. അതാ ലിഫ്റ്റിൽ കയറി. പിണക്കമാണ് എന്നോടിണക്കമാണ്. കണ്ടോ തിരിഞ്ഞൊന്നും നോക്കിയില്ല. അതെ ഇപ്പൊ മനസ്സിലായില്ലേ മിണ്ടണില്ലാന്ന്? അപ്പൊ എന്തൊക്കെ ചോദ്യം ചോദിച്ചാലാണ് ചിരിച്ച് സംസാരിക്കാന്ന് അറിയണമെങ്കിൽ മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് വരെ കാത്തിരിക്കാം.